നീ എന്തൊരു താമസിച്ചത് ചോദിക്കും. അപ്പം തിരുവനന്തപുരത്തെ കുട്ടികൾ അവർ പറയും, സാറേ അമ്മച്ചി മീൻ വാങ്ങിക്കാൻ പോയി, പിന്നെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു, പിന്നെ വണ്ടികളൊന്നും കിട്ടിയില്ല. +1 കുട്ടി നിൽക്കേ. അപ്പം ഞാൻ ചോദിച്ചു, ഓട്ടോമാറ്റിക്കലി ചോദിച്ചു പോകും, നീ എന്തിടെ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ കുട്ടി എന്നോട് ചോദിച്ച്, സാറേ എനിക്കിവിടെ നിന്നൂടെ? ഇതെൻ്റെ സ്കൂളല്ലേ, എനിക്കിവിടെ നിന്നൂടെ? സ്വാഭാവികം നിങ്ങളോട് ചോദിച്ചു കാണും, അല്ല നീ ജനലിൻ്റെ അകത്തുകൂടി എങ്ങോട്ടാ നോക്കുന്നത്? എനിക്ക് നോക്കിക്കൂടെ? നമ്മൾ സിമ്പിൾ, നിനക്ക് ഇനി ഉത്തരം പറയാൻ പറ്റും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചത് ആര്? ഷെറിനല്ല, മേഘയല്ല. Hello everyone. Today I would like to share an inspiring speech given by our chief guest Sri Unni Amma Ambalam. Our esteemed chief guest Sir Unni Amma Ambalam, recipient of the prestigious Kendra Bala Sahitya Puraskar 2024, a distinguished child literature writer, a multifaceted trainer renowned for his outstanding contributions to his field, which have been recognized with numerous awards, cementing his legacy as a champion of literary excellence. നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ റവറൻഡ് ഡോക്ടർ ജാക്സൺ ജെയിംസ് അച്ച, വൈസ് പ്രിൻസിപ്പൽ മാഡം, ഈ സ്കൂളിൻ്റെ നട്ടെല്ലായിരിക്കുന്ന ഏറ്റവും ആദരണീയരായ അധ്യാപക സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ പരിപാടി ആരുടെയൊക്കെയോ ഭാവിയുടെ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ഭാവിയെ കേന്ദ്രീകരിച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, അവരുടെ എല്ലാമായ അവർക്ക് ആശയും ആവേശവുമായിരിക്കുന്ന ഏറ്റവും പ്രിയമുള്ള അച്ഛനമ്മമാരെ, മറ്റ് അനധ്യാപകരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഹാർദമായ നന്ദി അറിയിക്കുന്നു. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായി. എന്തോന്ന് പറഞ്ഞ ഇൻസ്പിറേഷണൽ ഇംഗ്ലീഷാണ്, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. ഇൻസ്പയർ ചെയ്യും, മലയാളം പറയും, പ്രചോദനാത്മക പ്രസംഗമൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു. ഞാൻ എങ്ങനെ പ്രചോദിപ്പിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ചിലപ്പോൾ കുട്ടികൾക്ക് 10-12 വർഷമായി ചോദ്യങ്ങൾ കേട്ട് അല്ലേ, ക്ലാസ്സിൽ ലേറ്റായി ചോദിക്കത്തില്ലേ, വയറ് എന്തടേ താമസിച്ചത്? ഞാനൊക്കെ ചോദിക്കും, നമ്മൾ തിരുവനന്തപുരംകാരായതുകൊണ്ട്, നീ എന്തൊരു താമസിച്ചത് ചോദിക്കും. അപ്പം തിരുവനന്തപുരത്തെ കുട്ടികൾ അവർ പറയും, സാറേ അമ്മച്ചി മീൻ വാങ്ങിക്കാൻ പോയി, പിന്നെ അച്ഛൻ അവിടെ ഇല്ലായിരുന്നു, പിന്നെ വണ്ടികളൊന്നും കിട്ടിയില്ല, പിന്നെ ഞാൻ വെള്ളങ്ങൾ എടുക്കാൻ മറന്നുപോയി, പിന്നെ തിരിച്ച് പോയിട്ട് വന്നപ്പോൾ താമസിച്ചു പോയി സാറേ പറയും. അപ്പോൾ ചോദ്യമാണ് എല്ലാ കാര്യങ്ങൾക്കും. നമ്മളൊരിടത്ത് നിന്ന് പോയാൽ, ഞാനൊരു അധ്യാപകനെ, കഴിഞ്ഞ ദിവസം ജനലിൻ്റെ അടുത്തൊരു +1 കുട്ടി നിൽക്കുകയെ. അപ്പം ഞാൻ ചോദിച്ചു, ഓട്ടോമാറ്റിക്കലി ചോദിച്ചു പോകും, നീ എന്തിടെ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ കുട്ടി എന്നോട് ചോദിച്ച്, സാറേ എനിക്കിവിടെ നിന്നൂടെ? ഇതെൻ്റെ സ്കൂളല്ലേ, എനിക്കിവിടെ നിന്നൂടെ? സ്വാഭാവികം നിങ്ങളോട് ചോദിച്ചു കാണും, അല്ല നീ ജനലിൻ്റെ അകത്തുകൂടി എങ്ങോട്ടാ നോക്കുന്നത്? എനിക്ക് നോക്കിക്കൂടെ? സാറേ ഇതെൻ്റെ സ്കൂളാണ്, ഞാൻ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞതുമില്ല, നിന്നെ കണ്ടതുമില്ല. പിന്നെ ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഇടയിൽ കൊണ്ട് പോക്സോ കേസൊന്നും കൊടുത്തേക്കരുതേ, ജാമ്യമില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാ അവകാശങ്ങളുമുള്ള ഒരിടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യമെന്ന് പറയുന്നത് അത്തരം ചോദ്യങ്ങളൊന്നുമല്ല. പിന്നെ അധ്യാപകരാകുമ്പോൾ ഞാൻ അധ്യാപകനായതുകൊണ്ടാണ്, നമ്മൾ ചിലതൊക്കെ ചോദിച്ചു പോകും. അത് ഈ പറഞ്ഞതുപോലെ അമ്മച്ചിയാണ് ഞാൻ പറയാം, ഇത് നമുക്ക് വേണ്ടിയല്ല. ഞാൻ ഇന്നലെ ഒരു കുട്ടിയോട് വഴക്കിട്ടു. അവൾ എന്നോട് പറഞ്ഞു, സാർ എന്നെ മാത്രം എന്ത് ടാർഗറ്റ് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, എന്തിന്? തിരുവനന്തപുരം ഭാഷ സംസാരിച്ച് അവിടുത്തെ കുട്ടിക്ക് മനസ്സിലാവും, ഞാൻ എന്തിന് നിന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? പിന്നെ എന്നെ മാത്രം ഇതിന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞതുപോലെ, എടീ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അലിഞ്ഞിരിക്കുന്ന കുറേ കഴിവുകളുണ്ടേ, അതൊന്ന് പുറത്തെടുക്കാൻ വേണ്ടിയാണെന്ന്. സത്യം പറഞ്ഞാലേ ഈ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നവരോട് അതേ ലാംഗ്വേജ് സംസാരിക്കണം. ബൈബിളിൽ എവിടെയാണ് ഞാൻ വായിച്ചതാണെന്ന് വെച്ചാൽ, യവന ഭാഷ സംസാരിക്കുന്നവരോട് അതുപോലെ സംസാരിക്കണം. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് ഞാനീ സംസാരിക്കുന്ന പോലെ അച്ചടി ഭാഷയിൽ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മോളെ ധാരാളം കഴിവുകളുണ്ട്, ഈ കഴിവുകളൊക്കെ കടഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് ഒരു അധ്യാപകൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടിക്കല്ലോ മനസ്സിലാവുക. അച്ഛൻ പറഞ്ഞതുപോലെ
മോളെ, നിന്റെ ഉള്ളിൽ അപാരമായ സാധ്യതകൾ, കഴിവുണ്ട്. ഇതിനെല്ലാം പുറത്തു കൊണ്ടുവരാൻ ചോദ്യങ്ങൾ ചോദിക്കണം. എങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞാൽ മതി. ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമ്മൾ ജനിക്കുന്നുണ്ട്. മോനെ ചക്കര അകച്ചാണ്. ആ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ലുക്കുണ്ട്, ഒരു ജീനിയസ് ആയി മാറും ഉറപ്പ്. IAS എഴുതി കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ പേരും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഇട്ട് വിളിച്ചോ. ഒറ്റ ചോദ്യം, നിന്നോട് ചോദ്യം വരുന്നുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചതാരാ? ഇത് എന്റെ സ്വന്തം ചോദ്യമൊന്നുമില്ല, ഞാൻ എവിടെ നിന്നോ കേട്ടതാ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചതാരാ? ഒറ്റ ഉത്തരം. IASന്റെ ഇന്റർവ്യൂ കണക്കാക്കിയാൽ മതി. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചത് ആര്? നമ്മള് ജനിക്കുന്നതിന് മുന്നേ നമ്മൾ ദൈവത്തിന്റെ നമ്മൾ ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. ദൈവത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചാണ്. സ്നേഹിച്ചാണ്. അല്ല, നീ ജനിക്കുന്നതിന് മുമ്പ് ഏബിൽ നിന്നെ സ്നേഹിച്ചോ? ദൈവം സ്നേഹിച്ചു. ഓക്കെ, ഇരിക്കും. അവന്റെ പേരെന്താ? അബ്ദുള്ള. ഞാൻ സത്യം പറയാം, നീ ശ്രമിച്ചു കഴിഞ്ഞാൽ IASന്റെ പ്രിലിമിനറിയും കടന്ന് അതിന് മുകളിലുണ്ടെങ്കിൽ എത്താൻ പറ്റും, ഉറപ്പാണ്. ഇനി അടുത്താണ്. അവിടെ ശബ്ദം ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരൻ. മോനെ, കുട്ടികളായാലും ഇങ്ങനെയാണോ? കണ്ട ടീഷർട്ട് കണ്ടോ? ടീഷർട്ടല്ലേ ഇതിന്റെ പേര് പറയുന്നത്? എന്താണ്? എന്തോ ഒരു സാധനം. അവനൊരു വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, ഞാനീ പറഞ്ഞ ദൈവം നമ്മൾ കാണപ്പെടാത്ത ഒരു അദൃശ്യ ശക്തിയാണ് ദൈവം. ഞാൻ കാണപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് ചോദിക്കുന്നത്, മനുഷ്യരെ കുറിച്ചാണ്. നമ്മൾ സിമ്പിൾ, നിനക്ക് ഇനി ഉത്തരം പറയാൻ പറ്റും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചത് ആര്? ഷിറിനല്ല, മേഘയല്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചത് ആര്? അച്ഛനോട് എന്തെങ്കിലും പിണക്കമുണ്ടോ? അമ്മ മാത്രം. എവിടെയും രണ്ടാം സ്ഥാനമാണ് അച്ഛൻ, അല്ലേ? ഓക്കെ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. മോന്റെ പേരെന്താ? ചാരു. അർത്ഥം അറിയാമോ? ഒരു ഹെയർ ഓയിലിന്റെ പരസ്യോ? ഇടയിൽ ചാരു എന്ന് വെച്ചാൽ മനോഹരം, കേശം, സുന്ദരമായ മുടിയുള്ളവൻ. ഇതിന്റെ ഓപ്പോസിറ്റ് എതിർലിംഗം ഉണ്ട്, അറിയോ? നോക്കിയേ, തല നിറച്ച് മുടിയല്ലേ, കറുപ്പിച്ചല്ലേ? സുന്ദരമായ മുടിയുള്ളവൻ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആര്? സുന്ദരമായ മുടിയുള്ളവൾ. പറയാമോ? ഇടേ കാർക്കൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം. കാർക്കൂന്തലുള്ളവൾ. ഓക്കെ, അതൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങാം. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. അതാണ് അദ്ദേഹം ആദ്യം അമ്മയെന്ന് പറഞ്ഞു, പിന്നീട് അച്ഛനെന്ന് പറഞ്ഞു. ഞാൻ ലയോള കോളേജിൽ നിന്ന്, ഞാൻ എന്നെ ഇച്ചിരി പൊക്കി പറയണം, ക്ഷമിക്കണം, കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് പഠിക്കുമ്പോൾ നമുക്കൊരു ഇലക്ട്രാ കോംപ്ലക്സും, അച്ഛനറിയാം, ഈഡിപ്പസ് കോംപ്ലക്സും ഒക്കെ പഠിക്കും. അപ്പോൾ വലിയ അപ്പന്മാർക്ക് ആരോടാ? പെൺകുട്ടികളോടും അമ്മമാർക്ക് ആൺകുട്ടികളോടുമാണ് സ്നേഹം. അപ്പോൾ ഈ കൊച്ചിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അമ്മയാണ്. പക്ഷേ അച്ഛനോട് സ്നേഹമുണ്ട്. അച്ഛനുണ്ടെങ്കിൽ ക്ഷമിക്കണേ, അവനോട് എന്നോടല്ല. ഇപ്പം രണ്ടുപേരോട് സ്നേഹമുണ്ട്. അപ്പം നമ്മളെ ജനിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മുടെ അപ്പനും അമ്മയുമാണ്. അതറിയണമെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അല്ലേ നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പരിപൂർണമാകണം. എന്നിട്ട് നിനക്കൊരു കുഞ്ഞൊക്കെ നിൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ, ജീവൻ്റെ തുടിപ്പുണ്ടാകുമ്പോൾ, നീ കാണിക്കുന്ന കെയറിങ്, നിൻ്റെ ശ്രദ്ധ മുഴുവൻ നിൻ്റെ ഭാര്യയിലായിരിക്കില്ല, ആ കുട്ടിയിലായിരിക്കും. ഇനി ഞാനൊരു കഥ പറയാം. അവസാനം ഞാൻ ഈ കഥയുമായി ബന്ധിപ്പിക്കാം. എൻ്റെ അച്ഛൻ, ഞാനൊരു കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരു അച്ഛൻ്റെ മകനായിരുന്നു. അച്ഛന് ജോലിക്ക്, എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. കൊല്ലം ജില്ലയിലെ ഒരു സർക്കാർ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. ട്യൂഷനൊന്നുമില്ലാതെ അന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിൽ 4 മാർക്ക് കുറവ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല. സെക്കൻഡ് ക്ലാസ്സോട് കൂടി പാസ്സായ ഒരാളാണ് ഞാൻ. അപ്പോൾ അച്ഛൻ കൂലിപ്പണി.
അന്ന് എനിക്ക് മാത്തമാറ്റിക്സ് ഒന്നും അറിഞ്ഞുകൂടാ, അന്നും അറിഞ്ഞുകൊണ്ട് ഇന്നും അറിഞ്ഞുകൂടാ. ആരെങ്കിലും കണക്ക് കൂട്ടാൻ പറഞ്ഞാൽ കണക്ക് കൂട്ടൽ മൊത്തം തെറ്റും. ഒരു ദിവസം ഞാൻ എൻ്റെ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഇങ്ങനെ പോയ എൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടൽ മൊത്തം തെറ്റുമെന്ന് പറഞ്ഞു. കാര്യം വഴിക്കണക്ക്. അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ടീച്ചർ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞു, വിറ്റ വില, വാങ്ങിയ വില, അന്ന് മലയാളമാണല്ലോ, പിന്നെ പൈ, സ്ക്വയേർഡ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാനെന്തിനു പഠിക്കണം, എനിക്കിതൊന്നും കൊണ്ട് വലിയ മെച്ചമുണ്ടോയെന്ന് തോന്നുന്നില്ല. കാര്യം ഞാനൊരു കൂലിപ്പണിക്കാരനെ, കിളയിക്കാരൻ എന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ, മോനാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എപ്പോഴും ഈ ടീച്ചർ വരുന്ന വഴിയിൽ നിന്നാണ് ഈ വയൽ കോരും, വയൽ. അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി വയലൊക്കെ ഉണ്ട്, ദരിദ്രരാണെങ്കിലും. എൻ്റെ കാര്യം പറയാൻ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നും അച്ഛൻ വരുമ്പം, ടീച്ചർ വരുമ്പോൾ അച്ഛൻ മുണ്ടൊക്കെ ഇങ്ങനെ തൊഴുതി നിൽക്കും. അപ്പോൾ ഒരു പാള വെച്ചൊരു തൊപ്പിയുണ്ട്, ഈ തൊപ്പിയൊക്കെ ഇട്ടേക്കും. അപ്പം ടീച്ചറോട് ചോദിക്കും, മോനെങ്ങനെയുണ്ട്. ടീച്ചർ ഒരു വക പഠിക്കത്തില്ല, ഒന്നിനും കൊള്ളുകയില്ല, അവനെ പിടിച്ച് ഇവിടെ എങ്ങാനും കൊണ്ടുവിട്, മീൻ പിടിച്ചെങ്കിലും ജീവിക്കട്ടെ. കളിയാക്കി. ഇന്ന് ഞാൻ ആ ടീച്ചറാ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, അത് വേറെ കാര്യം. ടീച്ചറും കൊല്ലത്തുകാരിയാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ ചെല്ലും, എനിക്ക് കണക്കൊന്നും അറിഞ്ഞുകൂടാ, അതിൻ്റെ ബേസ് ഒന്നുമില്ല. ഒരു ദിവസം ടീച്ചർ എന്നെ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഒരു ദിവസം നിൻ്റെ അപ്പനെ അമ്മയെ ഈ സ്കൂളിൽ വരുത്തിയാൽ നീയൊക്കെ പട്ടിണിയാകും, അതുകൊണ്ട് അവരെ ഞാൻ വിളിപ്പിക്കുന്നില്ല. എന്നോട് പറഞ്ഞു, ഈ പോക്ക് പോയാൽ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ എനിക്ക് കണക്ക് അറിഞ്ഞുകൂടാ, എന്തോ ചെയ്യാം. എൻ്റെ ബ്രെയിനിൽ ലാംഗ്വേജും കവിത, അന്ന് ഞാൻ കവിത എഴുതും, അന്ന് ഞാൻ മനോഹരമായി കവിത എഴുതും. വേണമെങ്കിൽ ഒരു കവിത ഇപ്പോൾ വേണമെങ്കിൽ പാടി കേൾപ്പിക്കാം. 4 വരിയേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല, 4 വരി. പടപടപട പപ്പടം, 7ാം ക്ലാസ്സിൽ ഞാൻ എഴുതിയ കവിതയാണ്. പടപടപട പപ്പടം, പടപടപട പപ്പടം, പപ്പടം ഒരു വട്ടം. എനിക്ക് മാത്തമാറ്റിക്സിന് 50 അന്ന് 0 മാർക്കാണ്. അപ്പം ഞാൻ എഴുതിയതാണ്, എന്നെ കളിയാക്കി ടീച്ചർ. അപ്പം എഴുതി, പടപടപട പപ്പടം, പപ്പടം ഒരു വട്ടം, അകലെ അകലെ ആകാശത്തിലെ അമ്പിളിയൊരു വട്ടം, അക്ഷരങ്ങൾ നല്ലവണ്ണം പഠിച്ചില്ലെങ്കിൽ വട്ടം, ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് മുട്ട0 വട്ടം. ഇതാണ് എൻ്റെ അന്നത്തെ കവിത. ഞാനിത് ടീച്ചർ എടുത്തു. ടീച്ചർ വഴക്ക് പറഞ്ഞു, വീണ്ടും പറഞ്ഞു പട്ടിണി കിടക്കും എന്ന് പറഞ്ഞു. ഞാൻ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു ട്യൂഷനുമില്ല, PG കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഈ നെറ്റ് എന്നുള്ള സാധനമുണ്ട്, ഈ കോളേജിൽ പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ ആഗ്രഹം ഇതുവരെ സാധിച്ചില്ല, ഇനി സാധിക്കുമായിരിക്കും. വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, അവൻ്റെ മുടി പോലെ കറുത്ത മുടിയാണ്. അപ്പോൾ ഞാൻ ഈ കോളേജിൽ പഠിക്കണമെങ്കിൽ നെറ്റ് എഴുതണം, നെറ്റ്. ഞാൻ 3 തവണ നെറ്റ് പരിശ്രമിച്ചു, കിട്ടിയില്ല. അപ്പോൾ എനിക്കൊരു സുഹൃത്ത് അച്ഛനുണ്ട്, എന്നെ വലിയ സ്നേഹമാണ്, നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് അറിയാമായിരിക്കും. ദാനിയേൽ പൂവണ്ണത്തിൽ ഒരു ധ്യാന ഗുരുവൊക്കെയാണ് തിരുവനന്തപുരത്തെ. അപ്പോൾ ഞാൻ ദാനിയേലിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അച്ഛൻ വലിയ കൂട്ടാണ്, തോളത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ 3 തവണ പോയി, എനിക്ക് ഇനിയിപ്പോൾ പറ്റുന്നില്ല, ഞാൻ ആ പരിപാടി നിർത്തി, ഞാൻ വേറെ എന്തെങ്കിലും എഴുതിയൊക്കെ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞു. എടാ അങ്ങനെയല്ലടാ, നീ എഴുതും. ചായ കുടിച്ചോണ്ടിരിക്കുക, ചായ കുടിച്ചിട്ട് പറഞ്ഞു, നീ എഴുത്. ഞാൻ പറഞ്ഞു, അച്ഛാ അത് പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല, നീ എഴുത്, അടുത്തതിന് കിട്ടും. ഞാൻ പറഞ്ഞു, എങ്ങനെ കിട്ടാനാ, ഡിസ്ക്രിപ്റ്റീവൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ പാടാണ് എനിക്ക് ഞാൻ കഥയും നോവലൊക്കെ എഴുതും, പക്ഷേ ഇത് വലിയ പാടാണ്. അച്ഛൻ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നിൻ്റെ LKG മുതൽ PG വരെ പഠിച്ച സമയത്ത് ഒരു കാര്യം ആലോചിക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചു, എടാ നീ ഏതെങ്കിലും ടീച്ചേഴ്സിന്, അധ്യാപകരെ നീ എന്തെങ്കിലും നെറുകേട് പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ ചോദിച്ചാണ്, നെറുകേട്? ഇല്ല, ഈ കവിത എഴുതി എന്നതൊഴിച്ചാൽ ഒരു നെറുകേടും ഇല്ല. അപ്പം അച്ഛൻ തമാശ പറഞ്ഞു, അത് തന്നെയാണ് ഏറ്റവും വലിയ നെറുകേട്, നീ കവിത എഴുതി വായിപ്പിച്ചില്ലേ? ഒന്നുമില്ലെന്ന് പറഞ്ഞ് വീണ്ടും ആലോചിക്കാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ച് എന്നോട് അച്ഛൻ പറഞ്ഞു, നീ ആ പള്ളിയിൽ പോയിരിക്കുക. ഞാൻ ഹിന്ദു വിശ്വാസമാണ്, പക്ഷേ എങ്കിലും പള്ളിയിൽ പോയിരുന്ന് ആലോചിക്കാൻ പറഞ്ഞു. ഞാൻ പള്ളിയിൽ പോയിരുന്ന് ആലോചിച്ചു. കുറച്ച് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോൾ അച്ഛൻ അവിടെ ടോക്കിന് കയറി, ധ്യാന കേന്ദ്രമാണ്. രാത്രി 10-10:30 മണിയായി. അച്ഛൻ ഇറങ്ങി, അച്ഛനെ ക്യൂ നിൽക്കിയ ആൾക്കാർ. അപ്പം എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഞാൻ നേരെ കയറി അച്ഛനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ കിട്ടിപ്പോയെന്ന് പറഞ്ഞു. എന്താ സംഭവം എന്നറിയാമോ? ഞാൻ 11ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, അന്ന് പിന്നെ +1 പ്രീ ഡിഗ്രി, ഒരു വേൾഡ് ഹിസ്റ്ററി പഠിപ്പിക്കുന്നൊരു സാറ് വന്നിട്ട് എല്ലാവരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്നോട് പേര് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഈ കളിയാക്കൽ കേട്ട് ജീവിതം പോയി. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എന്താ ജോലി? അപ്പം ഈ കൂലിപ്പണി എന്ന് പറയണ്ടേ. എല്ലാവരും പറഞ്ഞു, എൻ്റെ അച്ഛൻ ഡോക്ടർ, നിലമേൽ കോളേജില്ല. നിങ്ങളുടെ അച്ഛൻ? എൻ്റെ അച്ഛൻ മെയിൽ നഴ്സ്. നിൻ്റെ അച്ഛൻ ഷോപ്പ് നടത്തുന്നു. നിൻ്റെ അച്ഛൻ അമ്പലത്തിൽ ചെണ്ട കൊട്ടാൻ പോകുന്നു. നിൻ്റെ അച്ഛൻ പൂജാരി. നിൻ്റെ അച്ഛൻ? ഞാൻ പറഞ്ഞു, അച്ഛൻ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു.
വീണ്ടും ചോദിച്ച് നിൻ്റെ അച്ഛൻ്റെ ജോലി? അച്ഛൻ ഇങ്ങനെ അമ്മയൊക്കെ സഹായിച്ച് അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പോകുന്നു. വീണ്ടും ചോദിച്ചു, ഇടോ തൻ്റെ അച്ഛൻ്റെ ജോലി എന്താന്ന് പറ. എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു. എന്നെ പഠിപ്പിക്കുന്ന ഇദ്ദേഹം എന്തിന് എൻ്റെ അച്ഛൻ്റെ പണി അറിയണം? പക്ഷെ ഞാൻ പറഞ്ഞില്ല. അന്ന് ഇന്നത്തെ പോലെയല്ല, സാറന്മാർ ശരിക്കും ബഹുമാനിക്കണം. പറഞ്ഞില്ല. പറയണോ എന്താ തൻ്റെ അച്ഛൻ്റെ ജോലി എന്നല്ല പറഞ്ഞത്, തൻ്റെ തന്തയുടെ പണി എന്താണെന്ന് പറയാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് തിളച്ച്. എങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല. തന്ത വൈബ് എന്നൊക്കെ പറയുന്നില്ലേ, ഇത് തന്ത വൈബല്ലല്ലോ. ഞാൻ ഒരിടത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ കേട്ടൊരു വാക്കാണ്. ഞാനൊരു കവിത ചൊല്ലി തുടങ്ങിയപ്പോൾ ഫ്രണ്ട് ചെയ്തൊരു കുട്ടി പറയുന്നുണ്ട്, ഇടേ ഇങ്ങനെ തന്ത വൈബാന്ന് തോന്നുന്നു. അന്നാണ് ഞാൻ ആദ്യം അപ്പോഴേ ഞാൻ മാറ്റിയിട്ട് ഒട്ടകത്തെ കെട്ടിക്കോ എന്നും പറഞ്ഞൊരു പാട്ടുണ്ടാക്കി അങ്ങ് പാടി. ഇത് തന്ത വൈബും അല്ല തള്ള വൈബും അല്ല, സത്യം നടന്ന സംഭവം. എൻ്റെ അച്ഛൻ്റെ പണി. ഞാൻ പറഞ്ഞു അച്ഛന് പണിയുണ്ട്, അത് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു അച്ഛന് കൂലിപ്പണിയാണെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങേരൊന്നും ഇപ്പോഴും ഞാൻ വിളിക്കുന്നത് ബഹുമാനം ഇല്ലാത്തതുണ്ടോ? സാറ് ചിരിച്ച് കൊള്ളാം കൂലിപ്പണിക്കാരൻ്റെ മോനെ, എന്നിട്ടാണോ നീ ഇത്രയും വലിയ പോസ് കാണിച്ചത്? എടാ കണ്ടാ പറയും നിന്നെ വല്ല IAS ഡോക്ടറെ മോനാണെന്ന്. എടാ ഒരു ഉത്തരം പറയാൻ പോലും അറിഞ്ഞൂടാത്തവനെ, നീ എങ്ങനെയാടാ ഈ കോളേജിലെത്തിയത്? എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു വന്നു. പക്ഷെ കരഞ്ഞില്ല. ഞാൻ പണ്ട് 10ാം ക്ലാസ് വെച്ചൊരു പ്രതിജ്ഞ എടുത്ത്, നീ കരയുന്നെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിലേ കരയത്തുള്ളൂ, ഒരു മനുഷ്യൻ്റെ മുമ്പിലും കരയത്തില്ല എന്ന് പറഞ്ഞു. കരഞ്ഞില്ല, ഞാൻ പിടിച്ചു നിന്നു. അടുത്ത ചോദ്യം പോട്ടെ, ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഏതാ? ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പിന്നെ ഉത്തരത്തിന് വൈകിയില്ല പണ്ടത്തെ പോലെ. ഞാൻ ആശുപത്രി. അത് കേട്ടപ്പോൾ പിള്ളേരെന്ത് ചെയ്തു? പ്രത്യേകിച്ച് ഗേൾസ് ആയിരുന്നു ആ ക്ലാസ്സിൽ കൂടുതൽ. അവരങ്ങ് കൈയടിക്കാൻ തുടങ്ങി, പടപട കൈയടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി, എനിക്കിഷ്ടമുള്ള പെൺപിള്ളേരെല്ലാം കൈയടിക്കുന്നു. മറ്റേ നമ്മൾ ഇവിടെ കീറിയ ഷർട്ട് തുന്നിപ്പിടിപ്പിച്ച് ഈ പാൻറ് ഇസ്തരി ഇട്ടപ്പോൾ ഇവിടെ കീറിപ്പോയി. അതുകൊണ്ട് ഈ ഇൻഷർട്ടല്ല ഔട്ട് ഷർട്ടാണ്, അതും എടുത്ത് വെച്ച് ഒരു ഫയലും എടുത്ത് ഇവിടെ വെച്ച് അങ്ങനെയാണ് പോകുന്നത്. പെൺപിള്ളേരൊന്നും എൻ്റെ വസ്ത്രം കണ്ടിട്ടില്ല, അടിയിൽ ബനിയനൊന്നും ഇല്ല. അപ്പം പെൺപിള്ളേർ ചിരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഇഷ്ടമുള്ളൊരു ഇവിടെ ഉണ്ട്. പണ്ട് അമ്പലത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ച് പൈസയിട്ട്, തമ്പുരാനെ എന്നെ ആരെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടണേ. കാര്യം എന്താണ്, ആരും നോക്കുന്നില്ല, അവരൊക്കെ കൈയടിച്ചു. അപ്പം ഈ സാറിന് ഫീലായി. സാറ് ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ, അന്ന് എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടെങ്കിലും കേട്ടാൽ മനസ്സിലാവും. പറഞ്ഞു, നീ ആശുപത്രിയിലും ജനിക്കാം, ഒരു തെരുവിലും ജനിക്കാം. ഈ തെരുവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ട്. അവിഹിതമായി ജനിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നീ തെരുവിലും ജനിക്കാമെന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ ചോദിച്ചത് നിൻ്റെ വീട് എവിടെയാണെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട് ഇന്ന സ്ഥലത്താണ്. അതിനാണ് നീ പറയേണ്ട ഉത്തരം. അപ്പം ഞാൻ ചോദിച്ചു, സാറ് ചോദിക്കേണ്ട ചോദ്യം നേരത്തെ എന്തോ പറഞ്ഞൊരു നിൻ്റെ തന്തയുടെ പണി എന്താണെന്ന്. ഇത് സംഭവിച്ചു. ഞാൻ സത്യം പറയട്ടെ, ഇതെൻ്റെ മനസ്സിൽ നിന്നൊക്കെ അങ്ങ് പോയി. പക്ഷെ ദാനിയേൽ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നീ വീട്ടിൽ പോയി അനങ്ങാതിരുന്നിട്ട് ഈ സാറിനെ മുമ്പിൽ വരുത്തി, സാറിനെ പോയി കാണാൻ പറ്റി കാണാൻ പറഞ്ഞു, സാറിനെ മുമ്പിൽ വരുത്തി ക്ഷമ പറയാൻ പറഞ്ഞു. ഞാൻ അവസാനം ക്ഷമയൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സാറ് എവിടെയാണെന്ന് തപ്പിപ്പിടിക്കണം. ഞാൻ അങ്ങനെ തപ്പിപ്പിടിച്ച് തൃശ്ശൂർ. സാറ് വയസ്സായി, സാറ് മകളുടെ കൂടെയാണ്, മകളുടെ കൂടെ തൃശ്ശൂർ താമസിക്കുന്നു. ഞാൻ അവിടെ പോയി ഒരു ഫ്ലാറ്റിലാണ്. സാറിന് നടക്കാനൊന്നും വയ്യ. ഞാൻ മുകളിൽ കയറി ബെല്ലടിച്ചു, ഞാൻ തൊഴുതു. അപ്പോൾ ഒരു ഒറ്റ മുണ്ടൊക്കെ കൊടുത്ത് മടിയൊക്കെ ഇടിച്ച്, സാറ് വലിയ വയസ്സായ ആളാണ് കേട്ടോ. ഞാൻ പറഞ്ഞു 10, 45, 50 വയസ്സായ ഒരാളിനോടാണ് ഞാൻ ഈ ആശുപത്രി എന്ന് പറഞ്ഞത്. അതെനിക്ക് പറയാൻ പാടില്ലായിരുന്നു. കാര്യം ചിലപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി. പക്ഷെ നമുക്ക് ഈ കളിയാക്കൽ കേട്ട് മടുക്കുമ്പോഴേ സത്യം പറയാം, നമ്മൾ അറിയാതെ ചില ഫ്രോഡുകൾ വായിന്നങ്ങ് വന്നു. സത്യമല്ലേ? നമ്മൾ അറിയാതെ തന്നെ വന്നു. ചിലപ്പോൾ തെറി വിളിക്കാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ചില തെറികൾ പാഴ്സലായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരും, ആരോ അയച്ചതുപോലെ. ഞാൻ സാറിനെ കണ്ടു, കാല് തൊട്ട് എഴുതി, എന്നെ പരിചയപ്പെടുത്തി. സാറ് അന്ന് ഒരു ചിരി ഉണ്ടല്ലോ സാർക്ക്. നീ വന്നാ? സാറ് ചോദിക്കേ, നീ വന്നാ? ഞാൻ പറഞ്ഞാ ഞാൻ വന്നു, കണ്ണൊന്നും കാണാൻ വയ്യ. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഞാൻ പറഞ്ഞു, സാറിന് എങ്ങനെ അറിയാം? എടാ എനിക്കറിയാം, എടാ ഞാനൊരു അധ്യാപകനല്ലേ. ഇങ്ങനെ സാർ സംസാരിക്കുന്നത്. ഇത് ഞാൻ കുറേ അനുകരിച്ചിട്ടുണ്ട് അവിടെ, സാറിനെ കളിയാക്കിയിട്ടൊക്കെ. സാറേ ഞാൻ വന്നത്, എനിക്ക് നെറ്റ്. നീ കാര്യം പറ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എന്തെങ്കിലും സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, സാറിൻ്റെ കാല് തൊട്ട് ഞാൻ വന്ദിക്കേ എന്ന് പറയട്ടെ. കൊള്ളാം. എടാ ഒന്നും വലിയ കാര്യമില്ലടോ, ഒന്നും വലിയ കാര്യമില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് താൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ. സാറ് കാല് നീട്ടി തന്നു. ഞാൻ തൊട്ട് തൊഴുത് വന്ദിച്ചു. ഞാനൊരു മുണ്ട് വാങ്ങിച്ച് സാറിന് കൊടുത്തു, സ്വീകരിച്ചു. വർത്താനമൊക്കെ പറഞ്ഞു, ചായയും കുടിച്ചു. സാറിൻ്റെ മകൾ ഉച്ചയ്ക്ക് വന്ന് ചോറൊക്കെ കഴിച്ച് ഞാൻ തിരിച്ചു വന്നു. ദാനിയേൽ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ധൈര്യമായി പരീക്ഷ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പോയി പരീക്ഷ എഴുതി.
റിസൾട്ട് വന്നു. സത്യം പറയട്ടെ, നീ ഒരു കാര്യം പറയാം. റിസൾട്ട് വന്നത് സസ്പെൻസാണ്. ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ പറയാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ കളിയാക്കി ടീച്ചർ ഇപ്പോൾ കൊല്ലത്തുണ്ട്. എന്നാൽ ടീച്ചർ വയ്യാതിരിക്കുകയാണ്. അതുകൊണ്ട് ഈ എന്നെ കൊണ്ടുവന്ന സാറാണ്, അദ്ദേഹത്തിനും അറിയാം, അവിടെ നിന്ന് ഞാൻ വരുന്നത്. ആ ടീച്ചറെ മകൾ ഞാൻ ഒരുമിച്ച് പിടിച്ചതാണ്. എന്നാൽ ടീച്ചർ സുഖമില്ലായിരിക്കുകയാണ്. എന്നെ കളിയാക്കിയതാണ്. പക്ഷേ ഞാൻ എല്ലാം മറന്ന് ടീച്ചറെ പോയി കണ്ട് പിന്നെ ഇതൊക്കെ വാങ്ങി കൊടുത്തു. സന്തോഷമായിട്ട് ഞാൻ പോയിട്ട് വിട്ടെന്ന് പറഞ്ഞ് കാലൊക്കെ തൊട്ട് വിട്ട് വന്നു. അന്ന് അവിടെ പോയിട്ട് കാലുവിട്ട് എഴുതു. ഞാൻ മുണ്ട് കൊടുത്തു. അദ്ദേഹത്തിന് മധുരം കഴിച്ചു വിടാം. ഞാൻ കുറച്ച് കയ്പുള്ള ഓറഞ്ച്, അധികം മധുരമില്ലാത്തത് വാങ്ങിക്കൊടുത്തു. പിന്നെ പാവയ്ക്ക് വലിയ ഇഷ്ടം അന്നേ. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അച്ഛൻ കിളയക്കാരനും കൃഷിക്കാരനുമാണ്, മരിച്ചുപോയി കേട്ടോ. ഞാൻ അത് വാങ്ങിച്ചു കൊടുത്തു. ഞാനത് പറയാൻ കാരണം, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു, നീ ക്വാളിഫൈ ചെയ്യണം എല്ലാം. അപ്പോൾ എനിക്ക് IAS ആകാനായിരുന്നു ആഗ്രഹം. എന്നോട് ഈ സാറ് ചോദിച്ചു, എന്തോന്നാ ഇംഗ്ലീഷ് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഓർമ്മയില്ല. ഐ ലൈക്ക് ടു ബി ആൻ IAS ഓഫീസർ എന്ന് പറഞ്ഞു അന്ന്. അപ്പോൾ എനിക്ക് അത് ആകാൻ ഭയങ്കര ആഗ്രഹം. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ടും വീട്ടിൽ നിന്ന് വിടാനും അവർക്ക് വീട്ടുകാർക്കും എനിക്കും IASൻ്റെ മാഹാത്മ്യം അറിയത്തില്ല. അതുകൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ വേറെ ഒന്നും പഠിക്കാനും പറ്റിയില്ല. സ്വന്തമായി പഠിച്ച് മലയാളം PG എടുത്തു. അത് കഴിഞ്ഞ് കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞു. പിന്നെ MSW എടുത്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കോളേജിൽ കയറണമെങ്കിൽ ഇത് എഴുതണം. അപ്പോൾ ഞാൻ എഴുതി. സത്യം പറയട്ടെ, ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നെറ്റ് കിട്ടി. കൈയടിക്കുന്ന പോലും ഇല്ല. ഇനി എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ ഞാൻ പറയാം. ഞാൻ ഒറ്റ കാര്യം ഇവിടെ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഒരു പവർ ഞാൻ പറയുന്നു. ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ. ഞാൻ ഒറ്റ കാര്യം പറയും. ഒന്ന്, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പഠിക്കണം. എവിടം വരെ പഠിക്കാമോ അതുവരെ പഠിക്കണം. ഏതൊരു പരീക്ഷയും നീ പാസ്സാവണം. അച്ഛൻ മരിച്ചു. 97 അച്ഛൻ മരിച്ചു. 2004 ഞാൻ ഈ നെറ്റ് എഴുതി പാസ്സാകുന്നത്. അച്ഛൻ മരിച്ചു. അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ആദ്യം ചോദിച്ചത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചത് ആര് എന്ന് ചോദിച്ചത് ഇതുകൊണ്ടാണ്. എൻ്റെ ജനിക്കുന്നതിന് മുമ്പ് സ്നേഹിച്ചത് എൻ്റെ അപ്പനും അമ്മയും ആയതുകൊണ്ട് എൻ്റെ അപ്പൻ പറഞ്ഞ വാക്ക് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് 4 വർഷം ഞാൻ ഈ നെറ്റിൻ്റെ പുറകെ നടന്നത്. അച്ഛൻ ജീവിച്ചിരിപ്പില്ല. ഇനി അച്ഛൻ മരിച്ച് എവിടെയാണെന്ന് എനിക്കറിയില്ല. അച്ഛൻ ഇത് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ ക്വാളിഫൈ, അതായത് ആ നെറ്റ് നീ പാസ്സാവണം. അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് സാധിച്ചില്ല. പക്ഷേ മരിച്ചതിന് ശേഷം എനിക്കത് സാധിച്ചു. അതെഴുതി പാസ്സായി. ഇനി അടുത്ത 1-2 കഥകളിലേക്ക് അത് അവസാനം ഇതെല്ലാം കൂടെ ഞാൻ കണക്ട് ചെയ്യാം. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ ജീവിതത്തിൽ മനുഷ്യ സംഭവിക്കുന്നത് കണക്ട് ചെയ്യാം. നമുക്ക് ഒരുപാട് ഞാൻ സയൻസ് പുസ്തകം എഴുതുന്ന ആളാണ്. എൻ്റെ സയൻസ് പുസ്തകത്തിനാണ് ഇപ്പോൾ അവാർഡ് കിട്ടിയത്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഞാനൊരു ഒറ്റ കാര്യം പറയട്ടെ. ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ എന്നെ ആദ്യം വിളിച്ചത്, അന്ന് രാത്രി പത്രത്തിൽ വന്നപ്പോൾ ആദ്യം വിളിച്ചത് ഈ അധ്യാപകനാണ്. എന്നെ കളിയാക്കിയ അധ്യാപകനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഞാൻ TV കണ്ടായിരുന്നു കേട്ടോ, എനിക്ക് വലിയ സന്തോഷമായി, വലിയ സന്തോഷമായി. ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടതാണ്. പറഞ്ഞിട്ട് പറയാം, നീ അന്ന് വന്നു പോയില്ലേ, അന്ന് മുതൽ മോനെ കണ്ണീരോടുകൂടി എപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ വടക്കുന്നാഥനോട്, തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്, വടക്കുന്നാഥനോടൊക്കെ ഞാൻ പോയി അങ്ങ് പറയും നിനക്ക് വേണ്ടി. ഞാൻ ആലോചിക്കും, ഞാൻ അന്ന് പറയാതിരുന്നെങ്കിലോ, ഇദ്ദേഹത്തിനോട് പോയി മാപ്പ് ചോദിക്കാതിരുന്നെങ്കിലോ എന്തായിരുന്നു? അന്ന് മുതൽ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ വിചാരിക്കും പ്രാർത്ഥനയ്ക്കൊന്നും പവറില്ലെന്ന്. ഇപ്പോൾ ഈ അച്ഛനിവിടെ പറഞ്ഞു. ഞാൻ ആലോചിക്കും, ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു അച്ഛനുണ്ടായിരുന്നു, ഇതുപോലെയല്ല, വളരെ പരുക്കനായ കർക്കശക്കാരനായ അദ്ദേഹം. എന്തെന്നറിയാമോ, അദ്ദേഹം ബോർഡിംഗ് ആയിരുന്നു. ഞാനന്ന് ബോർഡിംഗ് ഡയറക്ടറാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും തല്ലും, അന്ന് തല്ലലുണ്ട്, വഴക്ക് പറയും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ, നമ്മൾ ഈ അച്ഛന്മാരുടെ ജീവിതം പലപ്പോഴും നമ്മൾ അറിയത്തില്ല. നമ്മൾ വിചാരിക്കുന്ന അവർ നല്ല ഫ്ലോഹയൊക്കെ ഇട്ട് നല്ല കാറിൽ നല്ല മൊബൈലൊക്കെ വെച്ച് കറങ്ങുന്നു. പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ അച്ഛൻ രാത്രി 11-11:30 ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി കഴിയുമ്പോൾ ഓരോ കുട്ടിയുടെയും മുമ്പിൽ ചെന്ന് തൊഴുതുകൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എനിക്കറിയാവുന്നൊരു അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പക്ഷെ ആ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പം രക്ഷപ്പെട്ടു. ഞാനന്ന് K സ്കൂൾ മാന്നാനത്ത് ഉള്ള സമയം കുഞ്ഞുങ്ങളൊക്കെ രക്ഷപ്പെട്ടു. അതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, പ്രത്യേകിച്ച് ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയ്ക്ക്. ഇനി ഞാൻ 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 കഥകളാണ്. മഹാഭാരതത്തിലെ കഥ, ഒന്ന് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ കഥ. ഒരിക്കലും അമ്പയെന്ന് പറഞ്ഞാൽ അമ്പ ഭീഷ്മരെ കൊല്ലുന്നതിന് വേണ്ടി അമ്പ എന്ത് ചെയ്യുന്നറിയാമോ,
പരശുരാമൻ്റെ അടുത്തെത്തി. ഭീഷ്മരുടെ ഗുരുവാണ് പരശുരാമൻ. എന്നിട്ട് പറഞ്ഞു, ഭീഷ്മരോട് യുദ്ധം ചെയ്യണം, ഭീഷ്മരെ കൊല്ലണമെന്ന് പറഞ്ഞു. പരശുരാമൻ ഒരു പെണ്ണ് പറഞ്ഞാൽ, അന്ന് സന്യാസിയാണെങ്കിലും ശരി, കേൾക്കും. ചാടി പുറപ്പെട്ടു. പെണ്ണുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ സമൂഹം. അന്നും അങ്ങനെയല്ല. പരശുരാമൻ പറഞ്ഞു, ഭീഷ്മര് നെറുകേട് കാണിച്ചല്ലേ, ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. പരശുരാമന് യുദ്ധത്തിന് ചെന്നു, ഭീഷ്മരും വന്നു. ഞാൻ ചുരുക്കി പറയുള്ളൂ. ഭീഷ്മർ ശിഷ്യനാണ്, പരശുരാമൻ ഗുരുവാണ്. ഇവിടെ ഭീഷ്മർ നിൽക്കുന്നു, ഇവിടെ പരശുരാമൻ നിൽക്കുന്നു. ഒരു സൈഡിൽ അമ്പ നിൽക്കുന്നു. അമ്പ പറയുന്നു, ഇപ്പം കാണാം, ഭീഷ്മർ ഇപ്പോൾ തറപറ്റും, അല്ലെങ്കിൽ പരശുരാമൻ തറപറ്റും. യുദ്ധം കണ്ട് രസിക്കണം. പ്രതികാരദാഹിയായ സ്ത്രീയാണ് ഈ അമ്പ. കാര്യം എന്താണ്? ഭീഷ്മർ, അംബ, അംബിക, അംബാലിക ഈ 3 പെണ്ണുങ്ങളെ തൻ്റെ അനുജന്മാർക്ക് വേണ്ടി കൊണ്ടുവന്നു. 2 പേരെ കെട്ടിച്ചു. 3ാമത്തെ ആൾ അംബ വേറൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുകൊണ്ട് വിട്ടു. അപ്പോഴെന്ത് ചെയ്തു? ഭീഷ്മരെ കൂടെ പോയത് കൊണ്ട് നിനക്കെന്നെ വേണ്ടാന്ന് പറഞ്ഞ് അദ്ദേഹം പുറന്തള്ളി. അതിൻ്റെ പ്രതികാരദാഹം കിടക്കുകയാണ്. പെണ്ണ് ഒരുമ്പെട്ടാൽ എന്നൊരു പഴഞ്ചൊല്ലില്ലേ? അമ്പ നിൽക്കേ, പ്രതികാരം കാണാൻ വേണ്ടി നിൽക്കേ. ഭീഷ്മർ എന്ത് ചെയ്തു? അമ്പും വില്ലും, ഇന്നത്തെ പോലെ പീരങ്കിയും മൊബൈലും മറ്റേ പടപട അതൊന്നുമില്ല. അമ്പും വില്ലുമൊക്കെ എടുത്ത് തേർത്തട്ടിൽ വെച്ചിട്ട്, ഭീഷ്മരുടെ ഗുരുവ നടന്നു ചെന്ന് ഭീഷ്മരുടെ കാൽ തൊട്ട് വന്ദിച്ചു. ഗുരുവാണേ, ഗുരുവിനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. കാൽ തൊട്ട് വന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുരു എന്നെ അനുഗ്രഹിക്കണം. എന്തിനു വേണ്ടിയാണ്? വിജയിക്കാൻ. ഗുരുവിനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഗുരുവിനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ പറയുകയാണ്, ഗുരു എന്നെ അനുഗ്രഹിക്കണം. എന്തിനു വേണ്ടി? എനിക്ക് വിജയിക്കാൻ. പരശുരാമൻ ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ടൊരു അരപ്പുഞ്ചിരി, ഹാഫ് സ്മൈൽ ഓഫ് ശ്രീബുദ്ധ, ശ്രീബുദ്ധൻ്റെ ചിരി പോലെ ഒരരപ്പുഞ്ചിരിയോടുകൂടി പരശുരാമൻ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ. നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേന. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥം ഒന്ന് ചിന്തിച്ചേ. നീ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ, ശാപത്തിൻ്റെ ഓപ്പോസിറ്റ്, അനുഗ്രഹിച്ചിരിക്കുന്നു. പറഞ്ഞു മനസ്സിലായോ? നീ ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ. അതിൻ്റെ അർത്ഥം, നീ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. യുദ്ധം നടന്നു. ഭീഷ്മർ ജയിച്ചു, പരശുരാമൻ തോറ്റു. ഒരു കഥയും കൂടെ പറഞ്ഞ് ഞാൻ കണക്ട് ചെയ്യാം. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്ത വഞ്ചിപ്പാട്ട്. ഞാൻ കൈന്നിട്ട് പറയുന്നതല്ല ഒന്നും. വിറകില്ല. അന്ന് ഗുരുകുല വിദ്യാഭ്യാസം ഇതുപോലെയല്ല, വിറകില്ല. കുട്ടികളത് അറിഞ്ഞു, ഗുരുകുലത്തിൽ വിറകില്ല. ഭാര്യ പറഞ്ഞു, രാമപുരത്ത് വാര്യരുടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ പോയിച്ച് വിറകെ കുടിച്ചുകൊണ്ട് വാ, ഇവിടെ കഞ്ഞി വെക്കാനൊന്നുമില്ല. ഈ പിള്ളേരെല്ലാം കൂടെ പോയി. ഗുരു അന്നവിടെ ഇല്ല, അനുവാദം ചോദിക്കാൻ പറ്റിയില്ല. കാട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കാട്. സൂര്യൻ അസ്തമിച്ചു, പെരുമഴ, തിരിച്ചു വരാൻ വയ്യ. പിറ്റേന്നവരെന്ത് ചെയ്തു? വിറകൊക്കെ തലയിലേറ്റി വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പോയി എന്നറിയാതെ വിഷണ്ണനായി നിൽക്കുന്ന ഗുരുവിനെ കണ്ടു. ഗുരു ദൂരെ നിൽക്കുന്നു. ഗുരു കോപിച്ചാൽ പ്രശ്നമാകും. കൃഷ്ണനും കുചേലനൊക്കെ ഉണ്ട്. ഗുരു ദേഷ്യപ്പെട്ടാൽ കുഴപ്പമാകും. ഗുരു വഴക്ക് പറഞ്ഞാൽ കുഴപ്പമാകും. എന്ത് ചെയ്തു? ഈ കുഞ്ഞുങ്ങൾ മെല്ലെ ഒരിടത്ത് വിറക് ശബ്ദം കേൾക്കാതെ ഇറക്കി വച്ചിട്ട്, ഗുരു കാണുന്നില്ല, പിന്നിൽ കൂടി പോയി ഗുരുവിൻ്റെ കാൽക്കൽ വീണു, തൊഴുതു. പൊറുക്കണം ഗുരു, നമുക്ക് പറഞ്ഞിട്ട് പോകാൻ സാധിച്ചില്ല, പറയാൻ സാധിച്ചില്ല, നമുക്ക് പറയാൻ സാധിച്ചില്ല, അനുവാദം ചോദിക്കാൻ സഹായിച്ചില്ല, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെങ്കിൽ അങ്ങ് പൊറുക്കണം, ദയവായി പൊറുക്കണം എന്ന് പറഞ്ഞു. രാമപുരത്ത് വാര്യർ തിരിഞ്ഞു നോക്കുമ്പോൾ എണ്ണി നോക്കി, ശിഷ്യന്മാരെല്ലാവരുമുണ്ട്. രാമപുരത്ത് വാര്യരല്ല, ഗുരു, ശിഷ്യന്മാരെല്ലാവരുമുണ്ട്. രാമപുരത്ത് വാര്യർ അവിടെ എഴുതി വച്ചിട്ടുണ്ട് 2 വരി. എന്താണെന്നറിയാമോ? നിങ്ങൾ പഠിച്ചു കാണും. നന്മ നമുക്കതേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും. അറിയാമോ? പാടാൻ പറ്റോ? നന്മ നമുക്കതേയുള്ളൂ. വെറുതെ പാടിക്കൂ. നന്മ നമുക്കതേയുള്ളൂ. പാടേ, ഇതിപ്പോൾ പാട്ട് പാടാൻ അറിഞ്ഞൂടെ? നന്മ നമുക്കതേയുള്ളൂ. പാട്. ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം മാത്രമാണ് നമ്മുടെ നന്മ. ഗുരുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ ജനിച്ചാൽ ഇനി എത്ര പഠിച്ചാലും എത്ര ഉയർന്നാലും നമുക്ക് യാതൊരു ഗുണവുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇനി പറയാം, കണക്ട് ചെയ്ത് ഞാൻ പറയാം. എൻ്റെ ജീവിതവും എല്ലാം കൂടി കണക്ട് ചെയ്യാം.
ആദ്യത്തെ ജീവിതം എൻ്റെ അപ്പൻ പറഞ്ഞു, നീ അങ്ങേയറ്റം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ പഠിക്കണം. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ വാക്ക്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ സ്നേഹിച്ച അച്ഛൻ്റെ വാക്ക് പാലിക്കണം. 2, എൻ്റെ ഗുരുവിനോട് ഒരു നെറുകേട് കാണിച്ചു. ഞാൻ പോയി ഗുരുവിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. ഗുരു എന്നെ അനുഗ്രഹിച്ചു വിട്ടു. എനിക്ക് വേണ്ടി എല്ലാ ദിവസവും വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു അവൻ രക്ഷപ്പെടണേ. 3, ഭീഷ്മരും പരശുരാമനും തമ്മിലുള്ള യുദ്ധത്തിൽ ശിഷ്യൻ ഗുരുവിൻ്റെ അനുഗ്രഹം തേടി ശിഷ്യൻ ജയിച്ചു. 4, രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്ത വഞ്ചിപ്പാട്ടിൽ വിറകൊടിക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഗുരു നിൽക്കുന്നത് കണ്ട് ഗുരു കോപിച്ചാലോ ഗുരു ദേഷ്യപ്പെട്ടാലോ ഗുരുവിൻ്റെ നാവിൽ നിന്ന് മോശപ്പെട്ടൊരു വാക്ക് വീഴാൻ പാടില്ല. നല്ലത് നല്ലത് എന്ന് മാത്രമേ പാടുള്ളൂ എന്ന് വിചാരിച്ച് അടുത്ത് ചെന്ന് ബൈബിളിൽ ഒരു കാര്യമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഉവ് ഉവ്, ഇല്ല ഇല്ല, ഉവ് ഉവ് എന്ന് മാത്രം. അങ്ങനെയല്ലേ, അങ്ങനെ ഒരു കാര്യം പറയുന്നത്. നമ്മൾ നെഗറ്റീവ് ഒരു വാക്കും അല്ലാതെ പറഞ്ഞു വിടുന്നതാണ്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയണം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. ഗുരുത്വം എന്ന് പറയുന്ന കാര്യം, ഗുരുത്വം എന്ന് പറഞ്ഞാൽ, ഞാനത് തന്തവൈബല്ല കേട്ടോ, അവസാനിപ്പിക്കാൻ പോകും. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം, നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മളെ സ്നേഹിക്കുന്നവർ, ഇവരുടെയൊക്കെ ബഹുമാനവും ആദരവും സ്നേഹവും പിടിച്ചു പറ്റുന്ന ഒരു ജീവിതമായിരിക്കണം നിങ്ങൾക്കുണ്ടാകേണ്ടത്. നിങ്ങൾ അപ്പനും അമ്മയ്ക്കും ഒരു മോശം വാർത്തയാകരുത്, ഒരു നല്ല വാർത്തയാകണം. എൻ്റെ അപ്പൻ, ഞാൻ പത്രത്തിൽ ഫോട്ടോ വന്നപ്പോൾ, പത്രത്തിൽ വന്നപ്പോൾ, ഇന്നും ഒരു ചാനലിൽ ഇൻ്റർവ്യൂ വന്നപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് എൻ്റെ അപ്പനും അമ്മയും ഇല്ലാതെ പോയി. അതാണ് എൻ്റെ ദുഃഖം. ഞാൻ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ്, ലഖ്നൌവിൽ പോകുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ അമ്മയെ അടക്കം ചെയ്ത ആ തെങ്ങുണ്ട്, ഞങ്ങൾ തെങ്ങ് വയ്ക്കും, ആ തെങ്ങിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ പോയി വരട്ടെ, യാത്രയിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ നോക്കണം. പിന്നെ നമുക്ക് കുലദൈവമുണ്ട്, പിന്നെ കുടുംബ പരദേവതയുണ്ട്, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാ. അവരെ എല്ലാം കണ്ടു പറഞ്ഞു. ഞാൻ ഇന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ ഞാനൊരു മുട്ടായി വെച്ചിട്ട് കയറി, അച്ഛൻ കണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അങ്ങനെയാണ്, ഒരു മുട്ടായിയിൽ പറഞ്ഞു വയ്ക്കും, ഞാൻ സ്റ്റേജിൽ കയറിയാണ്, വേണ്ടതൊക്കെ അങ്ങ് ചെയ്തോളണേ എന്ന്, ഇത്രയേ ഉള്ളൂ. പരീക്ഷ എഴുതാൻ പോകുമ്പോഴും അങ്ങനെയാണ്. അത് എൻ്റെ വിശ്വാസമാണ്. എന്നിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്, എല്ലാം ചെയ്യുന്നത്. എന്ന് ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ പെരുമാറും, ആരെയും കൊണ്ട് മോശം പറയിപ്പിക്കത്തില്ല. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അച്ഛൻ്റെ കുഴിമാടത്തിൽ തെങ്ങില്ല. പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെയും വീട്ടിൽ പോയി, വീട്ടിൽ കാണാത്തവരെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണ് ഈ ദാനിയേൽ അച്ഛൻ ഉൾപ്പെടെ ഞാൻ അവാർഡ് വാങ്ങിക്കാൻ പോയത്. അവിടെ ചെന്ന് 3 ദിവസം, ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞ ഒരുപാടുണ്ട്. 3 ദിവസം എനിക്ക് കിട്ടിയ സ്വീകരണം പോലെ വേറെങ്കിലും കിട്ടിയിട്ടില്ല. ഇനി എൻ്റെ പുസ്തകം AI ആണ് സബ്ജക്റ്റ്, അൽഗോരിതങ്ങളുടെ നാടെന്നാണ് അവാർഡ് കിട്ടിയ പുസ്തകം. നമ്മുടെ ടെക്നോളജി ഈ ബ്രെയിനിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഉണ്ട്, എങ്ങനെ നമ്മുടെ ജീവിതത്തെ, അതാണ്, അത് ഞാൻ പറയുന്നില്ല, വായിക്കാൻ കിട്ടുന്നവർ വായിക്കാൻ. ഈ പുസ്തകം എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജിമ ചെയ്യാനുള്ള ഒരു തീരുമാനം കേന്ദ്ര സാഹിത്യ അക്കാദമി എടുത്തു. എൻ്റെ ഫേസ്ബുക്കിൽ അവർ തന്ന ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഉണ്ണി അമ്മയമ്മൽ അടിച്ചു നോക്കിയാൽ ഞാൻ വെറുതെ പറയുന്നതല്ല. അതിൻ്റെ റോയൽറ്റി വലിയ തുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ റോയൽറ്റി ലക്ഷങ്ങളാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഒരു 25-30 ലക്ഷത്തിന് മുകളിൽ കിട്ടും, എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും. ഇതെനിക്ക് കിട്ടിയത്, ഞാൻ ഒറ്റ കാര്യം പറയാം, എൻ്റെ ഗുരുക്കന്മാരോട്, എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ ഈ ഒരു അച്ഛൻ പറഞ്ഞൊരു കടപ്പാടില്ലേ, ഒരു കടപ്പാട്, ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ ആരോടെങ്കിലും, ഏതെങ്കിലും ടീച്ചേഴ്സിനോടോ അച്ഛനോടോ, ഇനി ആത്മീയ തലത്തിലിരിക്കുന്നവരൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് നമ്മളറിയാത്തൊരു ജീവിതമുണ്ട്. നിരന്തരം പ്രാർത്ഥിക്കുക, കുർബാന ചൊല്ലുക, നമ്മളറിയാത്തൊരു ജീവിതം. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തോന്നി ആത്മീയ തലത്തിലുള്ള ആരെങ്കിലും, അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളിതൊന്നും അറിയുന്നില്ല. നമ്മൾ നമ്മുടെ കൺമുമ്പിലുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് തെറ്റിച്ച്, ടീച്ചേഴ്സിനോടോ ഈ സ്കൂളിലെ ഏതെങ്കിലും സ്റ്റാഫിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ ഈ മരത്തോടെങ്കിലും പോയി വല്ല തെറിയും വിളിച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറയേ, വെറുതെ പറയുന്നതല്ല, ഇത് ഈ പവറാണ്. ഈ വാക്ക് നല്ല പവറാണ്, വാക്ക് എനർജിയാണ് കേട്ടോ. അത് സംഭവിക്കുമെന്ന് നമ്മൾ പറയുന്നത് സംഭവിക്കുമെന്ന് പറയുന്നു. നിങ്ങൾ പോയി മനസ്സിൽ കണ്ട് ക്ഷമ ചോദിക്കുക, അവരെ മനസ്സിൽ കണ്ട് ക്ഷമ ചോദിക്കുക. ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്, എനിക്ക് നല്ല മികച്ച വിജയം കിട്ടണം. ആരെയെങ്കിലും വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം മനസ്സിൽ ക്ഷമ പറയുക, ധൈര്യമായി പോവുക. ഇനി 12 കാര്യങ്ങൾ പരീക്ഷയെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തലേദിവസം തന്നെ എല്ലാ കാര്യങ്ങളും എടുത്തു വയ്ക്കുക. ഹോൾ ടിക്കറ്റ്, പേന, പെൻസിൽ. അന്നത്തെ രാത്രി ഒന്നും എടുത്തു വയ്ക്കരുത്. തലേദിവസം, ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ട് പറയാം കേട്ടോ, ഒരുപാട് കിടന്നുറങ്ങരുത്, അല്ല ഉറക്കമുളച്ചിരിക്കരുത്.
ഒരു 10 മണിക്കോ 11 മണിക്കോ പറ്റുമെങ്കിൽ ഉറങ്ങുക. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് പച്ചക്കറി മാത്രം കഴിക്കാൻ നോക്കുക. കറുത്തത്, വരിച്ചത്, വറുത്തത്, പൊരിച്ചത്, ബേക്കറി ഐറ്റംസ്, പപ്സ്, കിപ്സ് ഇതെല്ലാം ഉപേക്ഷിക്കുക. ഞാൻ പറയുന്ന ഹോർമോണിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഡോപ്പമിനൊക്കെ ചിലപ്പോൾ ഒഴുകി പരന്നാൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാം ഒഴിവാക്കുക. മിതമായി ഭക്ഷണം കഴിക്കുക. ജലം കൂടുതൽ, ഫോൺ ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഇതൊക്കെ വിട്, ഇതൊന്നുമല്ല വിഷയം. നിങ്ങൾ 12 വർഷം പഠിച്ചു, അല്ലെങ്കിൽ 9 വർഷം 10 വർഷം പഠിച്ചു, ഇതൊന്നുമല്ല വിഷയം. പരീക്ഷയ്ക്ക് കയറുമ്പോൾ എത്ര മണിക്കൂർ കിട്ടും അബ്ദുള്ള? എത്ര മണിക്കൂർ കിട്ടും? 2.5-3 മണിക്കൂർ കൂട്ടിക്കോ. ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചതൊന്നുമല്ല വിഷയം. ഈ 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഷൈൻ ചെയ്യുന്നു? പരീക്ഷാ ഹാളിൽ 3 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ഷൈൻ ചെയ്യുന്നു, അവിടെയാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് ഇപ്പോഴും പോയി കിടന്ന് ഉറങ്ങി കളയരുത്. എന്ന് പറഞ്ഞാൽ, ഞാൻ പേപ്പർ വാലിസ്റ്റ് പോകുന്ന ആളെ, ഞാൻ ഒന്നും കൂടെ പറയാം. എനിക്ക് പിള്ളേരെ കണ്ടാൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. സമയം വൈകും തോന്നുമെങ്കിലും പറയാം. നമ്മൾ പേപ്പർ വാലിസ്റ്റിന് പോകുമ്പോഴേ ഈ മാർക്ക് ഇടുന്നത് ഇപ്പം ഇടുന്ന പോലെയല്ല, റൈറ്റ് സൈഡിലാണ്. ഈ റൈറ്റ് സൈഡ് മാർക്ക് ഇടുമ്പോൾ നമുക്ക് ഒരു HE ഹെഡ് എക്സാമിനർ അല്ലേ, പേപ്പർ വാലിസ്റ്റിന് പോകുന്ന ആൾ ഹെഡ് എക്സാമിനർ ഉണ്ട്, അതിന് മുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് അവർ മാർക്ക് ഇടില്ലേ ചോദിക്കും നമ്മളോട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് തരണമെന്നൊരു അധ്യാപകന് തോന്നിയാൽ എന്തെങ്കിലും എഴുതി വയ്ക്കണം. അപ്പോൾ അറിഞ്ഞുകൂടാ എന്ന് വിചാരിച്ചൊരൊറ്റ ചോദ്യവും വിടരുത്, ഉത്തരം എഴുതണം. എല്ലാത്തിനും ഉത്തരം എഴുതണം. ഇനി ഭംഗിയായിട്ട് എഴുതണം. കാരണം നിങ്ങളുടെ ഒരു പേപ്പർ നോക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പേജ് വളരെ ഇഫക്റ്റീവ് ആണെങ്കിൽ പിന്നെ അധ്യാപകൻ വെറുതെ മാർക്കിടും, കണ്ണടച്ച്. അതൊരു സൈക്കോളജിയാണ്. നിങ്ങൾ കാക്കറ മൂക്കറ എഴുതി വെച്ചാൽ ആദ്യത്തെ പേജിൽ ഇനി നല്ല ഉത്തരമാണെങ്കിൽ ശരി, ഇത് എന്തോന്ന് നമ്മൾ അടുത്തടുത്തിരുന്ന് ഒരു ബെഞ്ചിൽ 2 പേരെ നോക്കുന്നത്. അപ്പോൾ എന്തോ ടീച്ചർ എഴുതി വെച്ചേക്കുന്നത്, എന്തോ സാറേ നോക്ക്, എടുത്ത് ഇങ്ങോട്ട് ഇട്ട് തരും. ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകനെ പറ്റിക്കലാണ് നമ്മുടെ പണി. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആകർഷിക്കുക അല്ലേ. നമ്മൾ ഓരോരുത്തരെ ആകർഷിക്കാൻ വേണ്ടി പലതും ചെയ്യാറില്ലേ? മുടി കറുപ്പിക്കുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, മീശ അല്ലേ വരയ്ക്കാറില്ലേ? അപ്പോൾ ആകർഷിക്കുക, മനോഹരമായി പരീക്ഷ എഴുതുക. പേപ്പർ നമ്പർ ഇടാൻ മറക്കരുത്, തിരിഞ്ഞു പോകരുത്. പല പേപ്പർ അവസരം ഞങ്ങളാണ് കുത്തി നമ്പർ കറക്റ്റാകുക. തിരിഞ്ഞു പോകരുത് പേപ്പർ. എല്ലാ പേപ്പറിലും നമ്പറിട്ട് പോവുക. ടൈം നോക്കുക. ആദ്യത്തെ 15 മിനിറ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാനാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതെല്ലാം ചെയ്യുക, ഗംഭീരമായി പോവുക. ഇന്ന് മുതൽ നിങ്ങളെല്ലാവരെയും മനസ്സിലോർത്ത്, ഞാൻ പറഞ്ഞല്ലോ ഒരു ഈശ്വരവിശ്വാസിയാണ് ഞാനും പ്രാർത്ഥിക്കും. മധുസൂദന സാറിൻ്റെ ഒരു 4 വരി കവിത ഞാൻ എവിടെ ചെന്നാലും പാടും. അതും കൂടെ പാടി ഞാൻ അവസാനിപ്പിക്കാം. 4 വരി ഓക്കെ. തനിച്ചുണ്ണാനുള്ള തല്ലി ഉലകമുണ്ണി, ചതിച്ചു നേടേണ്ടതല്ല പഠിത്തമുണ്ണി. തനിച്ചുണ്ണാനുള്ള തല്ലി ഉലകമുണ്ണി, ചതിച്ചു നേടേണ്ടതല്ല പഠിത്തമുണ്ണി. കൊതിച്ചോളൂ, കുതിച്ചോളൂ, മത്സരിച്ചോളൂ, മതിക്കൊല്ല, ചതിക്കൊല്ല. നന്ദി. Thank you, sir, for sharing your valuable insights with us.